നമസ്കാരം. വരും ഭാവിയിൽ ലോകത്ത് നടക്കുവാൻ പോകുന്ന വിപ്ലവകരമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു പ്രവചനം അസാധ്യമാക്കും വിധമുള്ള സാങ്കേതിക വിദ്യാ വികസനമാണ് വിവിധ രംഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം എത്രയേറെ മുന്നേറ്റങ്ങൾക്കും പുതു കണ്ടുപിടുത്തങ്ങൾക്കും വേദിയായാലും നാമൊക്കെ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകരാജ്യങ്ങളെ മുഴുവൻ സ്തംഭനാവസ്ഥയിലാക്കിയ കോവിഡ് മഹാമാരിക്ക് ശേഷം അത്തരമൊരു ഭയം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡിന് ശേഷം ഇനി വരുവാൻ പോകുന്ന പുതിയ രോഗങ്ങൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളെ കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം ആശങ്കകളെ അസ്ഥാനത്താക്കുന്ന ഒരു ആശയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ ലബോറട്ടറിയായ ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ സിഇഒ ഡെമിസ് ഹസാബിസ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകം പൂർണ്ണമായും രോഗവിമുക്തമായാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ധീരമായ അവകാശവാദ പ്രകാരം വരുന്ന 10 വർഷത്തിനുള്ളിൽ ലോകത്തു നിന്നും എല്ലാ രോഗങ്ങളെയും തുടച്ചു നീക്കാനുള്ള സാഹചര്യം സംജാതമാകുമെന്നാണ്. അതിന് കൃത്രിമ ബുദ്ധിക്ക് നമ്മെ ഏറെ സഹായിക്കാനാകുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അമിത ശുഭാപ്തി വിശ്വാസമുള്ളതോ സ്വപ്നതുല്യമോ ആയി തോന്നിയേക്കാം. എന്നാൽ AI സാങ്കേതിക വിദ്യയിലും ആരോഗ്യ മേഖലയിൽ ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോഗങ്ങളിലും ദ്രുതഗതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതിയെ അടിസ്ഥാനമാക്കിയാണ് ഡീപ് മൈൻഡ് സിഇഒ ഡെമിസ് ഹസാബിസ് രോഗരഹിത ലോകത്തെക്കുറിച്ചുള്ള ഈ അവകാശവാദം നടത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജീവശാസ്ത്ര വിഷയത്തെ ഇന്ന് ശാസ്ത്രജ്ഞർ സമീപിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കും വിധമുള്ള നിർണായക പ്രവർത്തനങ്ങൾ ശാസ്ത്രരംഗത്ത് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡെമിസ് ഹസാബിസ്. അതിനാൽ തന്നെ രോഗരഹിത ലോകത്തെക്കുറിച്ച് അദ്ദേഹം പങ്കിട്ട പ്രസ്താവനയ്ക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. AI സഹായത്തോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡീപ് മൈൻഡ് സംഘം 200 ദശലക്ഷത്തിലധികം പ്രോട്ടീൻ ഘടനകളെ ഡീകോഡ് ചെയ്ത് ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ഗവേഷകർ ഇവയിൽ 1% അടുത്ത് മാത്രമേ എത്തിയിരുന്നുള്ളൂ, അതും പതിറ്റാണ്ടുകളെടുത്ത്. ആ സ്ഥാനത്ത് ഡീപ് മൈൻഡ് ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഘടനകളുടെ ഡീകോഡിംഗ് ത്വരിതഗതിയിൽ സാധ്യമാക്കിയത്. ജീവജാലങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കുന്നതിനും ഉപകാരയോഗ്യമായ ശാസ്ത്രജാലകമാണ് AI സഹായത്തോടെ അങ്ങനെ ഡീപ് മൈൻഡ് തുറന്നത്. ഇത്തരത്തിലുള്ള AI അധിഷ്ഠിത ശാസ്ത്ര ഗവേഷണങ്ങളിൽ നിന്നും അവയുടെ ഫലങ്ങളിൽ നിന്നും ലഭിച്ച ആത്മവിശ്വാസത്തിൽ നിന്നുമാണ് രോഗവിമുക്ത ലോകത്തെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം ഡെമിസ് ഹസാബിസ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ജോൺ ജെമ്പറിനും ശാസ്ത്രലോകത്തെ അവരുടെ മഹത്തായ സംഭാവനകൾക്ക് 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയുണ്ടായി. AI കടന്നുവരവോടെ ഇന്ന് മരുന്ന് കണ്ടെത്തലിന് ആഴ്ചകളോ ദിവസങ്ങളോ മാത്രമേ എടുക്കുന്നുള്ളൂ. മുൻകാലങ്ങളിൽ ഒരു മരുന്ന് വികസിപ്പിക്കാൻ പതിറ്റാണ്ടുകൾ ആവശ്യമായിരുന്നു. മാത്രവുമല്ല, കോടിക്കണക്കിന് ഡോളറും അതിനായി ചിലവിട്ടിരുന്നു. എന്നാൽ ഇന്ന് ശരിയായ സാങ്കേതിക വിദ്യാ സഹായത്താൽ മരുന്ന് നിർമ്മാണ ചിലവും കാലതാമസവും കുറയ്ക്കാനാകുന്നു. ഡെമിസ് ഹസാബിസ് ചൂണ്ടിക്കാണിക്കുന്നു. വരും വർഷങ്ങളിൽ രോഗനിർണയത്തിലും ചികിത്സാ രംഗത്തിലും ഒപ്പം രോഗങ്ങളെ പൂർണ്ണമായി ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കുന്നതിലും AI കൂടുതൽ മുന്നേറ്റം നടത്തുമെന്ന് മാത്രമല്ല, ശാസ്ത്രീയ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്ന തലത്തിലേക്ക് കൂടി AI സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ശാസ്ത്ര ഗവേഷകരെക്കാൾ വളരെ മുമ്പേ തന്നെ അതിശയിപ്പിക്കുന്ന കൃത്യതയോടും വേഗതയോടും AI ശാസ്ത്രരംഗത്തെ ഇനിയും പിടികിട്ടാത്ത തലങ്ങളെ കണ്ടെത്തുന്നതിനുള്ള വഴികാട്ടിയായി തീരും. ഡെമിസ് ഹസാബിസ് പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വൈദ്യശാസ്ത്രത്തിന്റെ ഭാവി എന്നേക്കുമായി മാറ്റിമറിക്കാനുള്ള ചുവടുവയ്പ്പുകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. രോഗങ്ങൾ നിർണ്ണയിക്കാനും ഡോക്ടർമാരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാനും പകർച്ചവ്യാധികൾക്കെതിരെ വളരെ വേഗത്തിലുള്ള പ്രതികരണം നടത്തുന്നതിന് പിന്തുണയേകാനും ഇപ്പോഴത്തെ AI സാങ്കേതിക വിദ്യ പ്രാപ്തമാണ്. രോഗമെന്നത് ജീവപര്യന്ത തടവറയല്ല, മറിച്ച് അത് വെറുമൊരു പഴങ്കതിയായി മാറുന്ന ഒരു ലോകത്തിലേക്ക് കൂടിയാണ് AI നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതേസമയം AI വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട സാങ്കേതിക വിദ്യയാണെന്നും ഡെമിസ് ഹസാബിസ് വ്യക്തമാക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുകയോ മോശമായി കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ അത് അപകടകരമാകും. അതിനാൽ സുരക്ഷിതവും ധാർമ്മികവുമായ AI വികസനം മാത്രം സാധ്യമാക്കാനുള്ള നിതാന്ത ജാഗ്രത ലാബുകളിൽ മാത്രമല്ല സർക്കാർ തലങ്ങളിലും പുലർത്തേണ്ടതായുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.